ആന്ധ്രാപ്രദേശിൽ NDA സർക്കാർ അധികാരമേറ്റു. അമരാവതിയിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഉപമുഖ്യമന്ത്രിയായി പവൻ കല്യാണിന് പുറമെ 23 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സത്യകുമാർ യാദവാണ് BJP-യിൽ നിന്നുള്ള ഏക മന്ത്രി. ആന്ധ്രാപ്രദേശിന്റെ 19ാമത് മുഖ്യമന്ത്രിയായാണ് തെലുങ്കുദേശം പാർട്ടി അധ്യക്ഷൻ N. ചന്ദ്രബാബു നായിഡു അധികാരമേറ്റത്. ഇത് 4ാം തവണയാണ് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയാകുന്നത്. నారా చంద్రబాబు నాయుడు అనే నేను శాసనం ద్వారా నిర్మితమైన భారత రాజ్యాంగం పట్ల నిజమైన విశ్వాసం విధేయత చూపుతానని NDA సఖ్యത്തിലെ జనసేన పార్టీ అధ్యక్ഷൻ పవన్ కళ్యాణ్ ఉపముఖ్యమంత్రియాയി. కొణిదెల పవన్ కళ్యాణ్ అనే నేను ఆంధ్రప్రదేశ్ రాష్ట్ర మంత్రిగా నా పరిశీలనకు వచ్చిన లేదా నాకు తెలియవచ్చిన ఏ విషయాన్ని నా కర్తవ్యాలను సక్రమంగా నిర్వహించేందుకు മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിക്കും പുറമെ ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ നര ലോകേഷ് അടക്കം 23 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. സത്യകുമാർ യാദവാണ് BJP-യുടെ ഏക മന്ത്രി. മുൻ രാഷ്ട്രപതി വെങ്കയ്യ നായിഡു, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, നിതിൻ ഗഡ്കരി, BJP ദേശീയ അധ്യക്ഷൻ കൂടിയായ JP നദ്ദ, മറ്റ് ഘടകകക്ഷി മന്ത്രിമാർ, തമിഴ്, തെലുങ്ക് സിനിമാ താരങ്ങൾ തുടങ്ങി നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. 175 അംഗ നിയമസഭയിൽ NDA-ക്ക് 164 അംഗങ്ങളാണുള്ളത്. ജനം, ഡൽഹി.